ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടെലിവിഷൻ്റേതടക്കമുള്ള നിരവധി യൂട്യൂബ് ചാനലുകളിൽ നല്ല മനോഹരമായ വചന സന്ദേശങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ഇത്തരം മനോഹരമായ വചന സന്ദേശങ്ങൾ കേൾക്കുക മാത്രമല്ല, ആ വചന സന്ദേശങ്ങൾക്ക് കീഴിൽ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ പലപ്പോഴും കൗതുകത്തിന് വേണ്ടി മാത്രമല്ല, പ്രാർത്ഥനാവശ്യത്തിന് വേണ്ടി കൂടി വായിക്കാറുണ്ട്. ഒട്ടുമിക്ക കമൻറ്റുകളും ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി എന്നിങ്ങനെയൊക്കെ തന്നെയായിരിക്കാം. പക്ഷെ ചിലപ്പോഴൊക്കെ ചില വ്യക്തികളൊക്കെ എങ്കിലും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ എഴുതി വയ്ക്കാറുണ്ട്. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇത് വായിക്കുന്നത് തന്നെ. ഒരുപക്ഷെ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ആ വചനം പങ്കുവച്ച ധ്യാന ഗുരുവിനോട് അച്ഛ അല്ലെങ്കിൽ സഹോദരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന പ്രാർത്ഥന കമൻറ്റ് ബോക്സിൽ കുറിക്കുന്നവരുണ്ട്. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ശാലോം ടെലിവിഷൻ്റെ ഒരു പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു മനോഹരമായ ഒരു വചന സന്ദേശത്തിൻ്റെ കീഴിൽ ഞാൻ കമൻറ്റ് വായിച്ചപ്പോൾ ഒരു സഹോദരി കുറിച്ചിരിക്കുന്ന ഇപ്രകാരമാണ്: അമ്മേ മാതാവേ, എൻ്റെ കണ്ണീര് മാത്രം എന്തുകൊണ്ട് അമ്മ കാണുന്നില്ല എന്ന്. അല്ലേ? ചോദ്യം ഇതാണ്. അമ്മയോട് ചോദിക്കുകയാണ്, പരിശുദ്ധ അമ്മയോട്, അല്ലെങ്കിൽ ലോകത്തോട് മുഴുവനായിട്ട് ആ സഹോദരി ചോദിക്കുന്നു, എൻ്റെ അമ്മേ മാതാവേ, എന്തുകൊണ്ടാണ് എൻ്റെ കണ്ണുനീര് മാത്രം അമ്മ കാണാത്തതെന്ന്. ഇതിന് സമാനമായിട്ടുള്ള മറ്റ് പല സന്ദേശങ്ങളും അല്ലെങ്കിൽ മെസ്സേജുകളും ഞാൻ ഇത്തരത്തിൽ കമൻറ്റ് ബോക്സിൽ പലതവണ കണ്ടിട്ടുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, ഈശോയെ, എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അങ്ങ് കേൾക്കാത്തത്? അല്ലെങ്കിൽ ധ്യാനഗുരുക്കളോട് വചനം പങ്കുവയ്ക്കുന്നവർ പറയാറുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല, ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്തുകൊണ്ട് വൈ എന്നൊരു ചോദ്യം. ഇത് പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ വിദൂരസ്ഥനായിട്ടിരിക്കുന്നത്? ഈ പാവങ്ങൾ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ വരെ വന്നിട്ട് പ്രാർത്ഥന അഭ്യർത്ഥന നടത്തിയിട്ടും ഈ നാടും നാട്ടുകാരും ഒക്കെ ആ കമൻറ്റുകൾ വായിച്ചിട്ടും എന്തേ ദൈവം മാത്രം ഇത്തരം പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല? എനിക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരോട് സഹതാപം തോന്നിയിട്ടുണ്ട്, അനുകമ്പ തോന്നിയിട്ടുണ്ട്, വലിയ സ്നേഹം തോന്നിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു മനസ്ഥിതിയിൽ നിന്നും ചിന്തിക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അവരുടെയൊക്കെയും മനസ്സിൽ തെളിയുന്ന ദൈവത്തിൻ്റെ ഒരു വികലമായ ചിത്രമുണ്ട്. ഒത്തിരി തവണ പ്രാർത്ഥിച്ചിട്ടും പല നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടും അത് കേൾക്കാതെ വരുമ്പോൾ ആ പാപങ്ങളുടെ മനസ്സിൽ തെളിയുന്ന ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു വികലമായ ഒരു ചിത്രം ഇതാണ്: ദൈവം വിദൂരസ്ഥനാണ്. വിദൂരസ്ഥനായ ദൈവം, നിശബ്ദനായ ദൈവം, അകലം പാലിക്കുന്ന ദൈവം, അല്ലെങ്കിൽ കർത്തൃപ്രാർത്ഥന പണ്ടുകാലത്ത് നമ്മൾ ചൊല്ലിയിരുന്ന പോലെ ആകാശങ്ങളിലിരിക്കുന്ന ബാവാതമ്പുരാൻ, അല്ലേ? ആകാശങ്ങളിലിരിക്കുന്ന താടിയൊക്കെ നീട്ടി അപ്പൂപ്പനായിട്ട് എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവം. ഇനി അതുമല്ലെങ്കിൽ കരങ്ങൾ പിൻവലിച്ചിരിക്കുന്ന ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാത്ത ദൈവം, വിദൂരസ്ഥനായ ദൈവത്തെക്കുറിച്ചാണ് സ്നേഹമുള്ളവരെ നമ്മളിപ്പോൾ ഇവിടെ വിചിന്തനം ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇങ്ങനെ വിദൂരസ്ഥനായ ദൈവത്തെ മനസ്സിലൊരു ചിത്രമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിരൂപമായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തികളൊക്കെയും ചില തെറ്റായ അനുമാനങ്ങളിൽ എത്താറുണ്ട്, ചില റോങ് കൺക്ലൂഷൻസ്. ആ കൺക്ലൂഷൻസും ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ചിലപ്പോഴൊക്കെ അവർ ചിന്തിക്കും, ദൈവത്തിന് എന്നോട് മാത്രം എന്തോ കെറുവിപ്പുണ്ട്, കാരണം ഞാൻ വലിയ പാപിയാണ്, എൻ്റെ പാപം ഒന്നുകൊണ്ട് മാത്രമാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടാത്തത്, എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തതെന്ന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അത് തെറ്റാണ്. പാപം കൊണ്ടല്ല ദൈവം നിൻ്റെ ജീവിതത്തിൽ നിന്ന് വിദൂരത്തിലിരിക്കുന്നത് പോലെ നിനക്ക് തോന്നാൻ കാരണം. അതിൻ്റെ കാരണങ്ങൾ മറ്റു ചിലതാണ്. ഇനി ചിലപ്പോഴൊക്കെ ഈ താലന്തുകളുടെ ഉപമയിൽ ഒരു താലന്ത് കിട്ടിയവൻ മാത്രം ചിന്തിക്കുന്നത് പോലെ യജമാനൻ എന്നോട് എന്തോ വിദ്വേഷമുണ്ട്, എന്നോടെന്തോ പരിഭവമുണ്ട് എന്ന് ചിന്തിച്ചു പോകുന്ന പലരുമുണ്ട്. കാരണം അവർ നോക്കുമ്പോൾ നാട്ടിലുള്ള മറ്റെല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടുന്നു, അയൽവാസികൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, അവരുടെ മക്കൾക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ കിട്ടുന്നു. എൻ്റെ കാര്യത്തിൽ മാത്രം ദൈവം അങ്ങ് വിദൂരത്തിരിക്കുന്നു, ദൈവം ഇടപെടുന്നില്ല. അവർക്കൊക്കെയും തോന്നുന്നത് ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും ബലികളുമൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ വായുവിൽ അലിഞ്ഞു ചേരുകയാണ്, അത് ഇല്ലാതാവുകയാണ്. എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ടോ ദൈവസമക്ഷം എത്തുന്നില്ല, കാരണം ദൈവം അങ്ങ് ഉയരത്തിൽ വിദൂരത്ത് അകലം പാലിച്ചിരിക്കുന്ന ദൈവമാണെന്നാണ് ചിലപ്പോൾ ചിന്ത.
ഇനിയും ചില തെറ്റായ അനുമാനങ്ങളിലേക്ക് സഹോദരങ്ങൾ കടന്നു വരുന്നത് ഇപ്രകാരമാണ്: ദൈവമില്ല, ദൈവമില്ല എന്നൊരു ചിന്ത ഇവരുടെ മനസ്സിലേക്ക് കടന്നുണ്ട്. കാരണം ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, നന്മ ചെയ്യുന്നു, നിയോഗ പ്രാർത്ഥന നടത്തുന്നു, പക്ഷേ ഇതൊന്നും കേൾക്കാൻ ദൈവത്തിന് സമയമില്ല. ഈ വിദൂരസ്ഥനായ ദൈവമില്ല, വിദൂരസ്ഥനെന്നല്ല, ദൈവമില്ല എന്ന് ചിന്തിക്കാനാണ് പലർക്കും താല്പര്യം. മിശയിലേറെ സ്നേഹമുള്ളവരെ, ഈ വിദൂരസ്ഥനായിട്ടിരിക്കുന്ന ദൈവം, അകലം പാലിക്കുന്ന ദൈവം, ആകാശങ്ങളിരിക്കുന്ന ദൈവം, ആ ദൈവം ഇല്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. നിന്റെ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുന്നതെന്നും ചിന്തിക്കരുത്. നിന്നോട് മാത്രം എന്തോ പരിഭവമുള്ളത് കൊണ്ടാണ് ദൈവം അറിഞ്ഞുകൊണ്ട് നിന്നിൽ നിന്ന് മാത്രം മറഞ്ഞിരിക്കുന്നത് എന്നും ചിന്തിക്കരുത്. ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഈശോ അല്ലെങ്കിൽ ദൈവം മറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ദൈവത്തോട് പിണക്കമുള്ളവരിൽ നിന്നല്ല, ദൈവത്തിൻ്റെ കൂട്ടുകാരിൽ നിന്നുമാണ് ദൈവം എപ്പോഴും അല്പം അകലം പാലിക്കുന്നത്. ദൈവത്തോട് ആർക്കൊക്കെ ഹൃദയ ഐക്യമുണ്ടോ, ദൈവം തമ്പുരാനോട് ആർക്കൊക്കെ വലിയ ഇണക്കമുണ്ടോ, ഈശോയുമായിട്ട് ദൈവവുമായിട്ട് ആർക്കൊക്കെ വലിയ സൗഹാർദ്ദമുണ്ടോ, അവർക്കൊക്കെയും ദൈവം നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു ജീവിത അനുഭവമാണ് വിദൂരസ്ഥനായ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിദൂരസ്ഥനായ ദൈവത്തെ ഓർത്ത് നമ്മളെപ്പോഴും ശങ്കിക്കേണ്ട, ദുഃഖിക്കേണ്ട, കണ്ണീർ പൊഴിക്കേണ്ട. നിനക്ക് ദൈവത്തോടുള്ള വലിയ അടുപ്പത്തിൻ്റെയും ചങ്ങാത്തത്തിൻ്റെയും അടയാളമായിട്ട് തന്നെയാണ് ദൈവം പലപ്പോഴും അങ്ങ് ആകാശങ്ങളിൽ, കാർമേഘങ്ങളുടെ മറവിൽ, വാനമേഘങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നതായിട്ട് നിനക്ക് പലപ്പോഴും തോന്നാൻ കാരണം. നമുക്കറിയാം, തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ, പിതാവായ ദൈവവുമായിട്ട് ഏറ്റവും വലിയ ഹൃദയൈക്യം പുലർത്തിയ വ്യക്തി ആരായിരുന്നു? ഉത്തരം നമുക്കെല്ലാം അറിയാം, ഈശോയാണ്. ഈശോയേക്കാൾ അധികം മറ്റാരും പിതാവായ ദൈവവുമായിട്ട് സാമീപ്യം പുലർത്തിയിട്ടില്ല, പിതാവായ ദൈവവുമായിട്ട് ഐക്യം നിലനിർത്തിയിട്ടില്ല. എന്നാൽ ഈ ഈശോയ്ക്ക് പോലും ചില സമയങ്ങളിൽ പിതാവായ ദൈവം അങ്ങ് വിദൂരസ്ഥനാണ് എന്നുള്ള ചില ചിന്തകൾ, ചില തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, പിതാവായ ദൈവം പുത്രന് മേൽ ഒരു കയ്യൊപ്പ് പതിപ്പിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞുകൊണ്ടാണ്? യേശുവിൻ്റെ മാമോദീസായുടെ വേളയിൽ, യേശുവിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ അവസരത്തിലൊക്കെയും പിതാവ് പുത്രനെക്കുറിച്ചുള്ള തൻ്റെ വലിയ മതിപ്പ്, വലിയ അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട്. പിതാവ് വളരെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നോക്കുക, പിതാവിന് പുത്രനോടുള്ള വലിയ സ്നേഹം, പുത്രനും അതേപോലെ തന്നെ പിതാവായ ദൈവത്തോട് വലിയ സ്നേഹവും ഇണക്കവും ഹൃദയൈക്യവും പുലർത്തിയിട്ട് കൂടിയും ഗത്സമേൻ തോട്ടത്തിലെത്തിയപ്പോൾ സംഗതിയാകെ വഷളാവുന്നുണ്ട്. ഈശോ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ. നീ എവിടെയാണ് പിതാവേ? വീണ്ടും കുരിശിലായിരിക്കുമ്പോൾ ഈശോ കരഞ്ഞുകൊണ്ട് മരണത്തെ മുഖാഭിമുഖം ദർശിക്കുന്ന അവസരത്തിൽ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഈശോ ചോദിക്കുന്നുണ്ട്, ഏലി ഏലി ലമ്മാ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ക്രിസ്തുവിലേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ ചെറുതും വലുതുമായ സഹനങ്ങൾ ദൈവം അകലം പാലിക്കുന്നത് പോലെ നമ്മെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ദൈവപുത്രനായ ക്രിസ്തു പോലും പിതാവായ ദൈവവുമായിട്ട് അത്രമാത്രം അടുപ്പവും സ്നേഹവും ഗാഠബന്ധവുമുള്ള ദൈവം തമ്പുരാനായ യേശു ക്രിസ്തുവിന് പോലും ഇത്തരത്തിൽ ദൈവം വിദൂരസ്ഥനാണ് എന്ന് തോന്നിയ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആർക്കൊക്കെയാണ് ഇത്തരത്തിൽ ദൈവം വിദൂരത്തിലാണ് എന്ന ചിന്തയുണ്ടാകുന്നത്, ദൈവം എന്നിൽ നിന്നും അകന്നിരിക്കുന്നുവെന്ന ചിന്തയുണ്ടാകുന്നത്? അത് ദൈവവുമായിട്ട് കൂട്ടുകൂടുന്ന വ്യക്തികളാണ്, ദൈവവുമായിട്ട് അടുപ്പമുള്ള വ്യക്തികൾക്കാണ് ദൈവത്തിൻ്റെ വിദൂരത മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അമ്മേ മാതാവേ എൻ്റെ കണ്ണീര് മാത്രം എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ദൈവമില്ല, ദൈവം എന്നെ മാത്രം അകറ്റി നിർത്തിയിരിക്കുന്നു, ദൈവത്തിന് തിരിച്ചു വ്യത്യാസമുണ്ട്, എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. വിദൂരസ്ഥനായ ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണനയുണ്ട്, പ്രത്യേക പരിലാളന അവിടുന്ന് എൻ്റെ കാര്യത്തിൽ പുലർത്തുന്നു. ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ട്. ഈശോ പോലും പിതാവായ ദൈവം കുറച്ച് സമയത്തേക്കെങ്കിലും നിശബ്ദത പാലിക്കുന്നതായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഗത്സമേൻ തോട്ടത്തിലെ യേശുവിൻ്റെ അനുഭവത്തെ പല ബൈബിൾ പണ്ഡിതന്മാരും ദ ഗ്രാൻഡ് സൈലൻസ് ഓഫ് ഗോഡ് ദ ഫാദർ എന്നാണ് പറയുന്നത്. പിതാവായ ദൈവത്തിൻ്റെ ഗാഠമായ നിശബ്ദത, അതായിരുന്നു യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പീഡനമെന്ന് പറയുന്നത്. കാരണം ആകെ ആശ്രയമായിട്ടുള്ള ദൈവം നിശബ്ദനായിരിക്കുന്നുവോ എന്ന് യേശു പോലും ശങ്കിച്ച ആ അവസരം. പ്രിയമുള്ളവരെ, യേശുവിന് ശേഷം
ദൈവവുമായിട്ട് ഏറ്റവും കൂടുതൽ ഗാഠബന്ധം പുലർത്തിയെന്ന് ബൈബിളിൽ പറയുന്ന വ്യക്തി മറ്റാരുമല്ല, അത് ദാവീദ് രാജാവാണ്. നമ്മൾ സാമൂൽ പ്രവാചകൻ്റെ പുസ്തകങ്ങളൊക്കെയും വായിക്കുമ്പോൾ, പഴയ നിയമം ഗാഠമായിട്ട് പഠിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകും, യേശുവിനെ പോലെ തന്നെ വലിയ ഹൃദയൈക്യം ദാവീദ് രാജാവ് പിതാവായ ദൈവവുമായിട്ട് പുലർത്തിയിരുന്നു. ഇനി അതുമാത്രമല്ല, യേശുവിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ ദാവീദിനോടും ദൈവത്തിന് വലിയ സ്നേഹമായിരുന്നു, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. അവർ തമ്മിൽ അപ്പനും മകനും പോലെയല്ല, നല്ല കൂട്ടുകാരെ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദാവീദ് രാജാവിനെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന അപ്പസ്തോല പ്രവർത്തനത്തിൽ ഒരു വചനമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം 22-ാം തിരുവചനം. അവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. കണ്ടോ, പിതാവായ ദൈവം ദാവീദിനെ കുറിച്ച് പറയുന്നതാണ്, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനാണ്, മകനാണ് ദാവീദെന്ന്. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിലും പലപ്പോഴും ദൈവം നിശബ്ദത പാലിക്കുന്നുണ്ട്. ദാവീദ് ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ദാവീദ് എന്തെന്നില്ലാത്ത സഹനങ്ങളിലൂടെയും ഏകാന്തതയിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും തിരസ്കരണത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. അവൻ ജനത്തിന് മുൻപിൽ ഒരു പരിഹാസ പാത്രമാകുന്നുണ്ട്. അപ്പോഴൊക്കെയും ദാവീദ് നിലവിളിക്കുന്നു, കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ അങ്ങ് എവിടെയാണ്, അങ്ങ് എവിടെയാണ്, ദൈവം അങ്ങ് വിദൂരത്തായിരിക്കുന്നുവെന്ന ചിന്ത എന്നൊരു അനുഭവം ദാവീദിന് പോലും വരുന്നു. നോക്കുക, പിതാവായ ദൈവം എങ്ങനെയാണ് ദാവീദിനെ ജനത്തിന് പരിചയപ്പെടുത്തുന്നത്? എൻ്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയാണെന്ന്. ആ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിക്കും ദൈവമങ്ങ് വിദൂരത്താണ് എന്നൊരു ചിന്ത മനസ്സിൽ ചിലപ്പോഴൊക്കെ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. ദാവീദ് ഒറ്റപ്പെടുന്നുണ്ട്. ദാവീദ് പാപം മൂലം ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നുണ്ട്. നാഥാൻ പ്രവാചകൻ വന്നിട്ട് ദാവീദിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ശകാരിക്കുന്നുണ്ട്. മകനായ അബ്സലോം പോലും ദാവീദിൻ്റെ മരണം കാംക്ഷിക്കുന്നുണ്ട്. സാവൂൾ രാജാവ് പലവുരി ദാവീദിനെ കൊന്നൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. മകനായ അബ്സലോം പലപ്പോഴായിട്ട് ദാവീദിനെതിരെ വിപ്ലവം തുറന്നുവിടുന്നുണ്ട്. ഇനി മാത്രമല്ല, മകൻ്റെ മരണം ദാവീദ് കൺമുൻപിൽ കാണുന്നുണ്ട്. അത്രമാത്രം സഹനങ്ങളിലൂടെ, അത്രമാത്രം ഏകാന്തതയിലൂടെ, അത്രമാത്രം ദുഃഖത്തിലൂടെ, പതനത്തിലൂടെ കടന്നു പോകുന്ന ദാവീദ് മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്: എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. അവിടുന്ന് വിദൂരത്ത് എവിടെയോ ഇരുന്ന് ഈ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹനം കണ്ടുകൊണ്ട് ദൈവം എവിടെയോ വിദൂരത്തായിരിക്കുകയാണെന്ന് ദാവീദ് ചിന്തിച്ചിട്ട് സങ്കീർത്തനങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ദാവീദിൻ്റെ ഏകാന്തത പ്രതിഫലിച്ച് കാണുന്നുണ്ട്. ദാവീദ് രാജാവ് പലയിടങ്ങളിലായിട്ട് സങ്കീർത്തന പുസ്തകത്തിൽ ദൈവത്തോട് വളരെ പരസ്യമായിട്ട് ചോദിക്കുന്നു, ഗോഡ് വേർ ആർ യു, നീ എവിടെയാണ്? എനിക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. എനിക്കിപ്പോൾ നിൻ്റെ സാമീപ്യം അനിവാര്യമാണ്. ഞാനിവിടെ ദുഃഖത്തിൻ്റെ കടലിലാണ്. ദൈവമേ, അങ്ങ് എവിടെയാണ്? ഞാൻ ചില വചനങ്ങൾ പങ്കുവയ്ക്കുന്നു. ദാവീദ് രാജാവ് ദൈവത്തോട് ഉതിർത്ത ചില ചോദ്യങ്ങൾ. സങ്കീർത്തനം 10:1 ദാവീദ് ചോദിക്കുന്നു, കർത്താവേ, എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്നു നിൽക്കുന്നത്? ഞങ്ങളുടെ കഷ്ടകാലത്ത് അങ്ങ് മറഞ്ഞിരിക്കുന്നത് എന്തിന്? കണ്ടോ, ദാവീദിന് തോന്നുകയാണ്, ദൈവം അകന്നിരിക്കുന്നു, ദൈവം മറഞ്ഞിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമൊക്കെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഏശാതെ വരുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾ ഇവിടെ മണ്ണോട് മണ്ണായിട്ട് അവശേഷിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കും, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ മറഞ്ഞിരിക്കുന്നു? എന്തുകൊണ്ട് നീ അകന്നിരിക്കുന്നു? വീണ്ടും 44-ാം സങ്കീർത്തനത്തിൻ്റെ 23-ാം തിരുവചനത്തിൽ ദാവീദ് വീണ്ടും ചോദിക്കുകയാണ് ദൈവത്തോട്, കർത്താവേ, ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുന്ന് ഉറങ്ങുന്നത് എന്തിന്? യേശുവിൻ്റെ ശിഷ്യന്മാരും ഇതുപോലെ തന്നെ വഞ്ചിയിൽ തലചായ്ച്ചുറങ്ങിയ ഈശോയോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങൾ നശിക്കുകയാണ്, നീ ഈ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഞങ്ങളുടെ സഹനത്തിൻ്റെ വേളയിൽ ഈശോയെ, അല്ലെങ്കിൽ ദാവീദ് ചോദിക്കുക, പിതാവായ ദൈവമേ, അങ്ങ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? മയക്കത്തിലായിരിക്കുന്ന ദൈവത്തെ നമ്മൾ അനുഭവിക്കാറുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലൊക്കെ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സഫലമാകാതിരിക്കുമ്പോൾ ദൈവം ഉറങ്ങുകയാണ്. അല്ലെങ്കിൽ തത്വചിന്തകനായ നിരീശ്വരവാദിയായ നീഷെ പറഞ്ഞതുപോലെ, ഗോഡ് ഈസ് ഡെഡ്, ദൈവം മരിച്ചു, ഇനി വലിയ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് നിരാശയോടുകൂടി പ്രാർത്ഥനയുടെ ഭാണ്ഡക്കെട്ട് പൂട്ടിക്കെട്ടിയ നിരവധി മനുഷ്യർ നമ്മുടെയൊക്കെ നാട്ടിലുള്ളപ്പോൾ ദാവീദിൻ്റെ ഇതേ പ്രാർത്ഥന തന്നെയാണ് അവരുടെയും മനസ്സിൽ അലയടിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ഈ സഹനത്തിൻ്റെ വേളയിൽ നീ കിടന്നുറങ്ങുകയാണോ? വീണ്ടും 74-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം തിരുവചനം, അങ്ങയുടെ കരം എന്തുകൊണ്ട് എന്നിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു? ദൈവത്തിന് വേണമെങ്കിൽ കരം നീട്ടി ദാവീദിനെ രക്ഷിക്കാം. പാപത്തിൻ്റെ അല്ലെങ്കിൽ ഏകാന്തതയുടെ ആഴിയിൽ ആഴ്ന്നുകൊണ്ടിരിക്കുന്ന ദാവീദ് രാജാവിനെ ഒന്ന് കരം നീട്ടി ദൈവത്തിന് സംരക്ഷിക്കാനുള്ളതേ ഉള്ളൂ, അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ട് വരാനുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടെയും ദാവീദ് അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ദൈവത്തിൻ്റെ കരങ്ങൾ കുറുകിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം കരം പൂട്ടി വെച്ചിരിക്കുകയാണ്.
അവൻ മയങ്ങുകയാണ്, ഉറക്കത്തിലാണ്, കരം പിൻവലിച്ചിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു, അകന്നിരിക്കുന്നു. വീണ്ടും 88-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ, ദൈവമേ എന്നെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ട്, എന്നിൽ നിന്നും മുഖം മറയ്ക്കുന്നത് എന്തുകൊണ്ട്? നോക്കുക, ദാവീദ് രാജാവിൻ്റെ ആ തീരാവേദനയിൽ, ആ വലിയ നോവിൽ, ആരോരുമില്ലാത്ത അവസ്ഥയിൽ ദാവീദ് പെട്ടെന്ന് ചിന്തിച്ചു പോവുകയാണ്, ദൈവം വിദൂരസ്ഥനാണ്, ദൈവം അങ്ങ് വിദൂരത്ത് എവിടെയോ ആയിരിക്കുന്നു, ദൈവത്തിൻ്റെ മുഖം തെളിയുന്നില്ല, അവിടുത്തെ കരങ്ങൾ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, എൻ്റെ സംരക്ഷണത്തിനെത്തുന്നില്ല, അവിടുന്ന് മറഞ്ഞിരിക്കുന്ന ദൈവമാണെന്ന്. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ദുഃഖസഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദാവീദിൻ്റെ ഈ പ്രാർത്ഥനകൾ, ഈ സങ്കീർത്തനങ്ങളൊക്കെയും പ്രാർത്ഥനകളായിട്ട് നമുക്കും ഉപയോഗിക്കാവുന്നതാണ്. ദൈവമേ, അങ്ങ് എന്തുകൊണ്ട് മറഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ട് അങ്ങ് അകന്നു നിൽക്കുന്നു, എന്തുകൊണ്ട് അങ്ങയുടെ കരം എന്നിൽ നിന്നും പിൻവലിച്ചിരിക്കുന്നു? ദാവീദ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ചങ്ക് നുറുങ്ങിയാണ് അദ്ദേഹം ഇതൊക്കെ പ്രാർത്ഥിക്കുന്നത്. ദൈവവുമായിട്ട് ഏറ്റവും സാമീപ്യമുള്ള വ്യക്തിയായിരുന്നിട്ട് കൂടിയും ദാവീദ് ഇത്തരത്തിലുള്ള ഏകാന്തതയിലൂടെ കടന്നു പോയെങ്കിൽ, ഇത്തരത്തിലുള്ള ദൈവത്തിൻ്റെ നിശബ്ദത ദാവീദ് അനുഭവിച്ചെങ്കിൽ, സ്നേഹമുള്ളവരെ, ഈശോയോട് സൗഹാർദ്ദവും ചങ്ങാത്തവും പുലർത്തുന്ന നമുക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കും. ഞാൻ ഒരിക്കലും ദൈവത്തിൻ്റെ നിശബ്ദത അല്ലെങ്കിൽ വിദൂരത്തായിരിക്കും ദൈവത്തെ നമ്മുടെ ദുരനുഭവം എന്ന് വിളിക്കുകയില്ല. അത് ദുരനുഭവമല്ല, ദൈവം നമുക്ക് നൽകുന്ന പ്രത്യേക പരിശീലനമാണത്. ദൈവം അകന്ന് നിന്നുകൊണ്ട് നമ്മെ തന്നെ പക്വതയിലേക്ക് ആർജിക്കുവാനായിട്ട് ദൈവം നൽകുന്ന പ്രത്യേകമായ പരിശീലന കളരിയാണ് അവിടുത്തെ ഈ നിശബ്ദത എന്ന് പറയുന്നത്, ഈ അകലം പാലിക്കൽ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെയും ദാവീദ് രാജാവിനെയും പോലെ തന്നെ ദൈവവുമായിട്ട് വലിയ ചങ്ങാത്തത്തിലായിരുന്ന മറ്റൊരു വ്യക്തിയാണ് ജോബ്. ജോബിനെക്കുറിച്ചും ദൈവം നല്ലത് സംസാരിക്കും. നമ്മൾ കണ്ടു കഴിഞ്ഞു, ഈശോയെക്കുറിച്ച് ദൈവം നല്ലത് സംസാരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാകും. ദാവീദിനെക്കുറിച്ചും ദൈവം നല്ലത് സംസാരിക്കുന്നു, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയാണ് ദാവീദ്. പക്ഷേ ഇവർ രണ്ടുപേരും വലിയ ഏകാന്തതയിലൂടെ കടന്നു പോകുന്നു. ദൈവം വിദൂരത്തിലാണ് എന്ന ചിന്ത ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ തന്നെ സംഭവിക്കുന്ന മറ്റൊരു പഴയ നിയമ കഥാപാത്രമാണ് ജോബ്. ജോബിനെക്കുറിച്ച് ദൈവം വളരെ മനോഹരമായിട്ടാണ് പറയുന്നത്. പറഞ്ഞു കൊടുക്കുന്ന മുഴുവൻ സാത്താനോടാണെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനത്തിൽ ദൈവം സാത്താനോട് പറയുന്നു, കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കരും ദൈവത്തെ ഭയപ്പെടുന്നവരും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? കണ്ടോ, ദൈവത്തിന് അത്രമാത്രം മതിപ്പാണ് ജോബിനെ കുറിച്ച്. ദൈവത്തിന് അത്രമാത്രം നല്ല അഭിപ്രായമാണ് സ്വന്തം മകനായ ജോബിനെ കുറിച്ച്. പക്ഷേ ജോബിന് സംഭവിച്ചത് എന്താണെന്ന് പിന്നീട് നമുക്കറിയാം. ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ തന്നെ ജോബിന് എല്ലാം നഷ്ടമാകുന്നുണ്ട്. സ്വന്തം കിടപ്പാടം, സ്വന്തം ഭാര്യ, മക്കള്, എല്ലാ വസ്തുവകളും നഷ്ടമായിട്ട് ഏകാഗിയായിട്ട് ജോബ് അവശേഷിക്കുന്നുണ്ട്. ഈ ജോബിൻ്റെ പുസ്തകത്തിൽ ഇത്രയധികം അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്. ഏകദേശം 36 അധ്യായങ്ങളിൽ ദൈവം നിശബ്ദനാണ്. ഇത് വളരെ ക്രൂരമായിട്ട് ഒരുപക്ഷെ തോന്നിച്ചേക്കാം. 1-ാമത്തെ അധ്യായത്തിൽ ദൈവം ജോബിനെക്കുറിച്ച് വലിയ മതിപ്പോടുകൂടി സംസാരിക്കുന്നു. എൻ്റെ മകനാണ്, നിഷ്കളങ്കനാണ്, സത്യസന്ധനാണ്, ഓക്കെ, അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണ്ടേ? ഇതൊക്കെയല്ലേ നമ്മൾ ഓരോരുത്തരും മാനുഷികമായിട്ട് ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തിന് ജോബിനെക്കുറിച്ച് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ 2-ാം അധ്യായത്തിൽ ജോബിനെക്കുറിച്ച് അല്ലെങ്കിൽ ജോബിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട് 1-ഉം 2-ഉം അധ്യായങ്ങളിൽ. പിന്നീട് നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് 38-ാം അധ്യായത്തിൽ മാത്രമാണ്. അതായത് 36 അധ്യായങ്ങളിൽ ദൈവം വിദൂരസ്ഥനാണ്. ഈ 36 അധ്യായങ്ങളിലും ദൈവം നിശബ്ദനാണ്. അപ്പോൾ ജോബിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് എല്ലാം നഷ്ടമായി എന്നതിനേക്കാൾ അധികം വേദനയുളവാക്കിയത്, അവൻ കണ്ണീരണിഞ്ഞത് ദൈവത്തിൻ്റെ ഈ നിശബ്ദതയെ ഓർത്തിട്ടായിരുന്നിരിക്കണം. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്. ആകെ സഹായത്തിന് വന്നത് ഏതാനും ചില സുഹൃത്തുക്കൾ മാത്രമാണ്. അവരിൽ പലരുമാകട്ടെ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ജോബ് തൻ്റെ 23-ാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, തൻ്റെ ഏകാന്തതയെക്കുറിച്ച്. പലയിടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടും കാണാമറിയത്തിരിക്കുന്ന ദൈവത്തെ ഓർത്തുള്ള അവൻ്റെ വേദന അവൻ വാക്കുകളിൽ വിവരിക്കുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം 8-ാം തിരുവചനം, ഇതാ ഞാൻ മുൻപോട്ട് പോയാൽ അവിടുന്ന് അവിടെയില്ല, പുറകോട്ട് പോയാലും അവിടുത്തെ കാണുവാൻ സാധിക്കുകയില്ല. ഇടതുവശത്ത് ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു, എന്നാൽ എനിക്കവിടെ കാണാൻ സാധിക്കുന്നില്ല. വലതുവശത്തേക്ക് തിരിഞ്ഞാലും ഞാൻ അവിടുത്തെ കാണുന്നില്ല. പ്രിയമുള്ളവരെ,
നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അനുഭവമാണിത്. തൂണിലും തുരുമ്പിലുമൊക്കെ ദൈവം ഇരിക്കുന്നുവെന്ന് പണ്ട് മുതൽ പാടി ശീലിച്ച് നമ്മൾ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന ഒരു സത്യമാണ് ജോബ് തൻ്റെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത്. ആകാശത്ത് നോക്കിയാലും ഭൂമിയിൽ നോക്കിയാലും മുൻപിലും പിൻപിലും ഇടത്തും വശത്തും കാണേണ്ട ദൈവം എൻ്റെ ജീവിത ദുഃഖങ്ങളിൽ, സഹനങ്ങളിൽ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അർപ്പിക്കുന്ന അവസരത്തിൽ അവിടുന്ന് അപ്രത്യക്ഷനാകുന്നു. ഹി വാനിഷസ് ഇൻ ദ എയർ. ദൈവം അങ്ങോട്ട് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിൽ എവിടെയോ അങ്ങ് മാറിയിരുന്നിട്ട് എൻ്റെ ദുഃഖദുരിതങ്ങളൊക്കെയും കണ്ട് ആസ്വദിക്കുന്ന ഒരു ദൈവത്തെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നതെങ്കിൽ, ഈ ജോബിൻ്റെ ആ അധ്യായത്തിൽ അതേ വചനത്തിൻ്റെ അവസാനം ജോബ് പറയുന്ന വളരെ മനോഹരമായൊരു കാര്യമുണ്ട്. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, ഇടത്തേക്ക് തിരിഞ്ഞു നോക്കി, മുൻപിലും പിൻപിലും ഒക്കെ ഞാൻ നോക്കി, ദൈവമില്ല. ശേഷം ജോബ് പറയുന്നു, ജോബ് 23:10, എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു. എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു. അവിടുന്ന് എന്നെ പരീക്ഷിച്ചെന്ന് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. ഇതാണ് ജോബിനുള്ള ഒരു വലിയ തിരിച്ചറിവ്. ഈ തിരിച്ചറിവിലേക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഓരോരുത്തരും കടന്നു വരേണ്ടത്. എൻ്റെ ദൈവം എന്നെ പരീക്ഷിക്കുന്നു. എൻ്റെ ദൈവം ഒരുപക്ഷെ വിദൂരത്തായത് കൊണ്ട് എന്നെ പക്വതയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ എനിക്കെന്ത് സംഭവിക്കുന്നു? ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. നമുക്കറിയാം സ്വർണം എപ്രകാരമാണ് ഒരുക്കിയെടുക്കുന്നത്? തീയിലാണ്, അല്ലേ? തീച്ചൂളയിലാണ് സ്വർണം എപ്പോഴും ഒരുക്കിയെടുക്കുന്നത്. അങ്ങനെ തന്നെയാണ് ദൈവം എന്നെ പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത്. പരീക്ഷണങ്ങൾക്ക് ദൈവം എന്നെ വിട്ടുകൊടുക്കുക. തീർച്ചയായിട്ടും അതുതന്നെയാണ് ജോബിൻ്റെ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. 1-ാം അധ്യായത്തിൽ തന്നെ പിശാചിനോട് പറയുക, സാത്താനോട് പറയുകയാണ്, നീ പോവുക, ഗോ ആൻഡ് ടെസ്റ്റ് ഹിം. എൻ്റെ മകനായ, എൻ്റെ സുഹൃത്തായ ജോബിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അവൻ വിശ്വാസത്തിൽ അചഞ്ചലനായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ ജോബിൻ്റെ ജീവിതത്തിൽ നിന്നും ആ വചനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവത്തെ പെട്ടെന്ന് എൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ മുൻപിലോ പിറകിലോ ഞാൻ ദർശിക്കുകയില്ല. എന്നാൽ സത്യം ഇതാണ്, ദൈവം എൻ്റെ വഴി അറിയുന്നു. എൻ്റെ വഴി അറിയുന്നവനാണ് ദൈവം. എൻ്റെ പാതയിൽ എന്നോട് കൂടെ ചരിക്കുന്നവനാണ് ദൈവം. സഹായിക്കാൻ കഴിയാത്ത വിധം എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഏകാന്തതയിലൂടെ നമ്മൾ പോകുന്നതിനുള്ള ഉത്തരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഒന്നാമതായിട്ട് അത് വിശ്വാസ വളർച്ചയ്ക്ക്, വിശ്വാസയിൽ പക്വത ആർജിക്കുന്നതിന് നമുക്ക് ഒത്തിരി അനിവാര്യമാണ്. രണ്ടാമത്, പലപ്പോഴും ഇങ്ങനെ അകന്നിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ അഴക് മനസ്സിലാകുന്നത്. ഞങ്ങൾ വൈദികർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ പേരൻസിനോട്, മാതാപിതാക്കളോട് വലിയ സ്നേഹമാണ്. കാരണം കുഞ്ഞുനാളിൽ തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആ അപ്പനോടും അമ്മയോടുമുള്ള വലിയ സ്നേഹം അത് ഞങ്ങളുടെ ജീവിത അന്ത്യം വരെ കാത്തുപരിപാലിക്കും. പണ്ട് കാലത്തൊക്കെ നമ്മുടെ കേരളത്തിൽ മക്കൾ മാതാപിതാക്കളെ നോക്കുന്നില്ല, അവരോട് അവഗണനയാണ്, പുച്ഛമാണ് നമ്മൾ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതിഗതികൾ വളരെ വ്യത്യസ്തമാണ്. കാരണം എന്താണ്? ഒട്ടുമിക്ക മക്കളും വിദേശത്താണ് താമസിക്കുന്നത്. ഈ വിദേശത്തായിരിക്കുന്ന മക്കൾക്ക് നാട്ടിലുള്ള അപ്പനമ്മമാരുടെ വലിയ കരുതലുണ്ട്. കാരണം അകന്നിരിക്കുമ്പോഴാണ് പലപ്പോഴും ഓരോരുത്തരുടെയും വില മനസ്സിലാകുന്നത്. കവിയായ ജി ശങ്കരക്കുറുപ്പ് പാടുന്നത് ഇപ്രകാരമാണ്: വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിയുകയില്ല. അതായത് അകന്നിരിക്കുമ്പോഴാണ് പലപ്പോഴും ഒരു വ്യക്തിയുടെ സൗന്ദര്യം നമുക്ക് മനസ്സിലാകുന്നത്, വില മനസ്സിലാകുന്നത്. അപ്പോൾ ദൈവവും അകന്നിരിക്കുമ്പോഴാണ് ചിലപ്പോഴൊക്കെ അവിടുത്തെ സൗന്ദര്യം, അവിടുത്തെ അഴക്, അവിടുത്തെ വില നമുക്ക് മനസ്സിലാകുന്നത്. വളരെ അവസാനമായിട്ട് ഒന്നൊരു കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. എപ്പോഴും ദൈവത്തെ കാണുന്നില്ല, വിദൂരത്തായിരിക്കുന്നു എന്ന് നമ്മൾ പരാതിപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മളെപ്പോഴും അനുഭവങ്ങളിലൂടെ മാത്രമാണ് ദൈവത്തെ കണ്ടെത്താൻ പരിശ്രമിക്കുന്നത്. സാന്നിധ്യത്തിലൂടെ കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? അനുഭവങ്ങൾ, അതായത് എനിക്ക് കുറേ നിയോഗങ്ങളുണ്ട്, ഈ നിയോഗങ്ങളൊക്കെ ദൈവം നടത്തി തന്നാൽ മാത്രമേ ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ഇത്തരം അനുഭവങ്ങൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കാതെ സാന്നിധ്യത്തിലൂടെ ദൈവത്തെ തിരിച്ചറിയുക, ദൈവത്തെ അനുഭവിച്ചറിയുക. സാന്നിധ്യം എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നാമതായിട്ട് വിശുദ്ധ കുർബാനയിൽ ഓരോ നിമിഷവും ഈശോ, ജീവനുള്ള ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ദൈവം വിദൂരത്തായിരിക്കും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ എപ്പോഴും അനുഭവങ്ങൾക്ക് പിന്നാലെ മാത്രം പോകാതെ ദൈവ സാന്നിധ്യം അത് വിശുദ്ധ കുർബാനയിലൂടെ, സഹചര്യയിലൂടെ, ഈ പ്രകൃതിയിലൂടെയൊക്കെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ദൈവം അങ്ങ് വിദൂരത്തായിരിക്കും തോന്നിക്കുന്നത്. ദൈവം വിദൂരത്തേക്ക് പോകുന്നതല്ല, ഞാൻ എൻ്റെ ഹൃദയകാഠിന്യം മൂലം സ്വയം പിൻവാങ്ങുന്നതാണ് ദൈവം വിദൂരത്തായിരിക്കുന്നുവെന്ന ചിന്ത ഉണ്ടാകുവാനായിട്ട് കാരണം. അതുകൊണ്ട് ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ആകാശങ്ങളിലിരിക്കുന്ന അങ്ങ് ബാവാ തമ്പുരാനെ അല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, മറിച്ച് നിത്യസാന്നിധ്യമായിട്ട് വിശുദ്ധ ബലിയിലൂടെ, എൻ്റെ സഹോദരങ്ങളിലൂടെ, എൻ്റെ കുടുംബാംഗങ്ങളിലൂടെ കടന്നു വരുന്ന ദൈവത്തെയാണ് നമ്മൾ ദർശിക്കേണ്ടത്. ഓർക്കുക, നിന്നെ സഹായിക്കാൻ കഴിയാത്ത വിധം ദൈവത്തിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല.
ദൈവം വിദൂരത്തായിരിക്കുന്നുവെന്ന തോന്നൽ പലപ്പോഴും ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ കൂട്ടുകാർക്കാണ്. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വലിയ സമാധാനം നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.